SSLC പരീക്ഷ അടുത്തു വരികയാണല്ലോ. നമുക്ക് ഹിന്ദി പരീക്ഷയുടെ കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യാം. കുട്ടികൾ ചോദ്യപേപ്പറിൻ്റെ ഘടനയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം 90 മിനിറ്റ് കൊണ്ട് 40 സ്കോറിനുള്ള ചോദ്യങ്ങളാണ് ഈ പരീക്ഷയ്ക്ക് ചോദിക്കുക. 4 മാർക്കിൻ്റെ 4-5 ചോദ്യങ്ങളുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്കാണ്. 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് അല്പം ശ്രദ്ധ നൽകിയാൽ സിമ്പിളായിട്ട് മാർക്ക് വാങ്ങിക്കാവുന്നതാണ്. ഡയറി, പട്കഥ, വാർത്താലാപ്, പോസ്റ്റർ, പത്ര, റപ്പഡ് മുതലായവയാണ് ഇവ. അതേപോലെ തന്നെ ആസ്വാദൻ ടിപ്പണി, ഈ കവിതാക്ക ആശയം, ചരിത്രഗത വിശേഷത, ഇതും ചിലപ്പോൾ 4 മാർക്ക് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് ഇവ ഓരോന്നായിട്ട് വിശകലനം ചെയ്ത് നോക്കാം. ഡയറി എഴുതുമ്പോൾ താരീഖ് അഥവാ ഡേറ്റ് എഴുതാൻ മറക്കരുത്. തീയതി മാത്രം 14/2/2019 എന്ന രീതിയിൽ എഴുതുന്നത് ശരിയല്ല. ഇടത് ഭാഗത്ത് താഴെ കൊടുത്ത രീതിയിൽ, ഉദാഹരണമായിട്ട് 14 ഫെബ്രുവരി 2018 അല്ലെങ്കിൽ 19 എന്ന് വലതുവശത്ത്, ഇടതുവശത്തും ബുധവാർ, ശുക്രവാർ തുടങ്ങിയ ആഴ്ച വലതുവശത്തുമായിട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. സമയം കൂടി എഴുതുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. ഇനി പാഠഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തി ആരുടെയൊക്കെ ഡയറി എഴുതാൻ ചോദിക്കാം. ബേല, സാഹിൽ, ഗംഗി, ഗുഡലി, ചാപ്ലിൻ കി മാം, ഇവയിൽ ആരുടെയെങ്കിലും ഡയറി വരാനാണ് കൂടുതൽ സാധ്യത. എന്തായാലും ഉറപ്പുള്ളൊരു ചോദ്യമായിരിക്കും അത്. സംഭവങ്ങളുടെ വിശദീകരണമല്ല, മറിച്ച് ആ സംഭവം കഥാപാത്രത്തിൻ്റെ മനസ്സിലുണ്ടാക്കിയ ചിന്തകളാണ് എഴുതേണ്ടത്. ആജ് കാ ദിൻ മൈ കൈസേ ഭൂലൂ, മേരെ സാരെ സപ്ന പൂരാ ഹോ ജായേ, കൽ ജറൂർ ഏക് അച്ഛാ ദിൻ ബൻ ജായേ മുതലായവ ഡയറിയിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വാചകങ്ങളാണ്. കാഷ്, ഊഫ് തുടങ്ങിയ എക്സ്ക്ലമേഷൻ ആയിട്ടുള്ള ആശ്ചര്യസൂചകങ്ങൾ ഉള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് ഡയറിക്ക് കൂടുതൽ കരുത്തേകും. ഇതിൻ്റെ മറ്റൊരു ചോദ്യമാണ് പട്കഥ. പട്കഥ എഴുതുമ്പോൾ സ്ഥലം, സമയം, കഥാപാത്രത്തിൻ്റെ വയസ്സ്, വേഷം, ഭാവം എന്നിവ കാണിച്ചിട്ടുണ്ടോ എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. ഉദാഹരണമായിട്ട് പട്കഥ, ബീർബഹുട്ടി എന്നുള്ള പാഠത്തിലെ പട്കഥ നമുക്കൊന്ന് ഉദാഹരണമായിട്ടൊന്ന് നോക്കാം. സ്ഥാൻ, അവിടെ സ്ഥാൻ എഴുതുന്നത് സ്കൂൾ കാ മൈതാൻ. സമയ, എപ്പോഴാണ് സമയം, എപ്പോഴാണ്? സബേരെ 8 ബജേ. बेला और साहिल 2 स्कूली बच्चे, 11-12 के बीच उम्र, दोनों स्कूली वर्दी पहनी है. संभाषणങ്ങൾ. बेला, साहिल अब तुम कहाँ पढ़ोगे? साहिल, और तुम कहाँ पढ़ोगी बेला? बेला, राजकीय कन्या पाठशाला में. साहिल, मुझे अजमेर भेज देंगे. പട്കഥയിൽ സാധാരണയായിട്ട് സംഭാഷണത്തിൻ്റെ കൂടുതൽ എക്സ്ചേഞ്ചുകൾ കാണാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, 1-2 എക്സ്ചേഞ്ചുകൾ ധാരാളം മതിയാകും. ഇനി നമുക്ക് പോസ്റ്ററിലേക്കൊന്ന് പോകാം. പോസ്റ്റർ സാധാരണയായിട്ട് 2 തരത്തിൽ ചോദിക്കാറുണ്ട്.